കോപ്പൻഹേഗനിലെ ഒരു വളരെ പഴയ ഒരു റോയൽ കാസിലാണ് റോസൻബർഗ് കാസിൽ. 1606 ഒരു സമ്മർ പാലസ് ആയിട്ട് ക്രിസ്ത്യൻ ഫോർ എന്ന് പറഞ്ഞൊരു കിങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ വർക്ക്. ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് നല്ല വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാസിൽ അന്നത്തെ കാലത്ത് നോർത്തേൺ യൂറോപ്പിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിരുന്ന ഡച്ച് റിനൈസൻസ് ആർക്കിടെക്ചറിൽ ആണ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കുറച്ചു കാലം റോയൽ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നു. അതിനുശേഷം അവരുടെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെ ട്രഷേഴ്സൊക്കെ കീപ്പ് ചെയ്യാനാണ് അതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. ഇന്ന് അതൊരു മ്യൂസിയമാണ്, ഡാനിഷ് ഹിസ്റ്ററിയുടെ ഒരു മ്യൂസിയമാണ് ഇന്ന്. ഇതൊരു സമ്മർ റെസിഡൻസ് ആയിട്ടാണ് അവർ ആദ്യം ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് ഓരോ രാജാക്കന്മാർ വരുന്നതനുസരിച്ച് വലുതാക്കി ഒരു വലിയൊരു കാസിലായത്. 17th 18th സെഞ്ച്വറിയിലൊക്കെ റോയൽ ഫാമിലി ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ, അതേപോലെ ആൻറ്റിക് ഫേർണിച്ചർ, കുറേ ജ്വൽസ്, ക്രൗണ്, പിന്നെ അങ്ങനെ വളരെയധികം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിൽ നമ്മൾ ഓരോ ചർച്ചും പാലസും ഒക്കെ കാണുമ്പം അവരുടെ ആർക്കിടെക്ചർ എല്ലാത്തിലും വ്യത്യാസമാണ്. ചിലത് ഗോത്തിക് സ്റ്റൈലായിരിക്കും, ചിലത് റിനൈസൻസ് സ്റ്റൈലായിരിക്കും, ചിലത് ബാറോക്ക് ആർക്കിടെക്ചർ ആയിരിക്കും. അപ്പം ഇതിപ്പം സ്കാൻഡിനേവിയൻ നോർഡിക് സ്റ്റൈൽ വേറെയാണ്. അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലായിരിക്കും. അപ്പം നമ്മൾ കാണുന്നത് എല്ലാ പാലസും ഇതൊക്കെ തന്നെ ആണെങ്കിലും പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഈ കാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂമാണിത്. നൈറ്റ് ഹാൾ എന്നാണ് ഇനി പറയുക. അപ്പോൾ ഇവിടെയാണ് കോറനേഷൻ നടക്കുക, റോയൽ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുക. പണ്ടത്തെ എല്ലാ ഫങ്ഷൻസും നടക്കുന്ന ഈ ഹാളിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വർക്കും ആ സീലിങ്ങിലുള്ള വർക്കും സൈഡിലുള്ള വർക്കും ഒക്കെ വളരെ ഭംഗിയായിട്ട്, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള നല്ല പെയിൻറ്റിങ്സ് ആണ്. സ്റ്റക്കോ വർക്ക് ആൻഡ് പെയിൻറ്റിംഗ് എന്നാണ് അവർ പറയുന്നത് അതിന്. അപ്പോൾ അതൊരു ഒരു റോയൽറ്റി കാണിക്കുന്നതും മാത്രമല്ല അവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ ഒരു ഫോമാണത്. റിനൈസൻസ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഫോമാണ്. ഈ ഹാളിൻ്റെ ഒരു അറ്റത്ത് 2 ത്രോൺ കാണാം. ഒന്ന് കിങ്ങിൻ്റെയും ഒന്ന് ക്വീനിൻ്റെയാണ്. പിന്നെ അതേപോലെ അതിൻ്റെ മുമ്പിൽ, ആ ത്രോണിൻ്റെ മുമ്പിൽ 3 വലിയ സിൽവറിൽ ഉണ്ടാക്കിയ ലയണിൻ്റെ പ്രതിമകളും കാണാം. പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ മുഴുവൻ അവരുടെ പ്രഷ്യസ് ജ്വൽസും ക്രൗൺസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. വളരെയധികം ഉണ്ട്, കുറച്ചല്ല, നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്രയുണ്ട്. നല്ലൊരു കളക്ഷനാണ് അവിടെ ഉള്ളത്. ഇവിടെ നിന്നെല്ലാം കണ്ടു വരണമെങ്കിൽ ഒരു 2 to 3 hours എടുക്കും. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിറങ്ങി. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ സെൻറ്ററിലാണ് ഈ കാസിലുള്ളത്. പണ്ടത്തെ റോയൽ ഗാർഡൻ ആയിരുന്നു, പക്ഷേ ഇന്നതൊരു പബ്ലിക് പാർക്കാണ്. ധാരാളം ആളുകൾ വന്ന് റിലാക്സ് ചെയ്യാനും നടക്കാനും അങ്ങനെ വളരെ വലുതാണ് ആ പാർക്ക്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒക്കെ ഞങ്ങൾ നടന്ന് അതിലേ വന്നു. നല്ല ഭംഗിയായിട്ട് അത് വെച്ചിട്ടുണ്ട്. വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങാൻ ആയില്ല എങ്കിലും ആ അടിയിലുള്ള ലില്ലിയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചെറിയ ചെറിയ പൂക്കളായിട്ട് ഫുൾ ആ ഗാർഡൻ്റെ ചുറ്റും ഇങ്ങനെ അവർ വച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പൂത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇഷ്ടംപോലെ വാക്കിംഗ് സ്പേസും കുറച്ച് കനാൽ പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണിത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഒരു സ്കാൻഡിനേവിയൻ ക്രൈം TV സീരീസായ ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഷൂട്ട് ചെയ്ത അവിടുത്തെ ഒരു ബ്രിഡ്ജാണ് അത്, ഓർസുണ്ട് ബ്രിഡ്ജ്. അത് കാണാനാണ്. ഈ ബ്രിഡ്ജ് സ്വീഡൻ്റെ മാൽമോ എന്ന സ്ഥലവും ഡെൻമാർക്കിലെ കോപ്പൻഹേഗനും കൂടി കണക്ട് ചെയ്യുന്നതാണ്. ഒരു 16 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളമുള്ളത്. അപ്പോൾ ഇതിൽ കൂടി റോഡും റെയിലും ഒക്കെ ഉണ്ട്. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു എൻജിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കേബിൾ വെച്ചിട്ടുള്ളൊരു ബ്രിഡ്ജും ഉണ്ട്. മാത്രമല്ല ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഐലൻഡ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഐലൻഡിൽ നിന്ന് കോപ്പൻഹേഗനിലേക്ക് പോകാനായിട്ട് അണ്ടർ വാട്ടർ ടണലാണ്. അപ്പം അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് ഇവരിത് പണിതത്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ റോഡാണ്, താഴെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. അത് കഴിഞ്ഞ് ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡ് കഴിഞ്ഞിട്ടാണ് അണ്ടർ വാട്ടർ ടണൽ ഉള്ളത്.
അപ്പം ഞങ്ങൾ ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോയതെങ്കിലും ബ്രിഡ്ജിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. കാരണം ഒന്നുമല്ലെങ്കിൽ നമ്മൾ സ്വീഡനിലേക്ക് ബസ്സിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകണം, അങ്ങനെ നമുക്ക് ബ്രിഡ്ജ് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നടന്നു പോകാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ആ ബ്രിഡ്ജ് നടന്ന് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ നമുക്ക് പറ്റിയില്ല. അത് വലിയൊരു നഷ്ടമായി. ബാൾട്ടിക് സീയും നോർത്ത് സീ ആണ് ഇതിൻ്റെ രണ്ട് വശത്തും ഉള്ളത്. അപ്പം ഇത് ശരിക്കും സ്ട്രെയിറ്റ് ഓഫ് ഓർസുണ്ടാണ്. അപ്പം നമ്മൾ കടലിടുക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പം ആ ഒരു കടലിടുക്കിനെ ഇവർ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ പാലം. ഈ ഓർസുണ്ട് എന്ന് പറയുന്ന സ്ഥലം വളരെ ഒരു ചെറിയ സ്ഥലമാണ്. ഞങ്ങൾ മെട്രോയിലാണ് വന്നത്. കണക്ടിവിറ്റിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒരു ശാലമായിട്ട് നമുക്കിങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ചെറിയ ബീച്ചും ഉണ്ട്. പിന്നെ നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ കുറേ നേരം നടന്നു. അപ്പുറത്ത് ഒരു പാർക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇത് ടോട്ടൽ 16 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 8 കിലോമീറ്റർ ആണ് ബ്രിഡ്ജ്, പിന്നെ 4 കിലോമീറ്റർ ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്, പിന്നെ അത് കഴിഞ്ഞ് 4 കിലോമീറ്റർ അണ്ടർ വാട്ടർ ടണലാണ്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയതുകൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് ഇവർക്ക് 2 കൺട്രീസിനും ഉണ്ടായിട്ടുണ്ട്, സ്വീഡനും അതേപോലെ ഡെൻമാർക്കിനും. അവരുടെ ട്രേഡിങ്, ബിസിനസ്, ടൂറിസം, അങ്ങനെ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർക്ക് എക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയതുകൊണ്ട്. മാത്രമല്ല ആൾക്കാർക്ക് ഡെയിലി പോയി വരാനാണെങ്കിലും വളരെയധികം ടൈം സേവിങ് ആണ്. ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഈ കോപ്പൻഹേഗനും യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ സാധാരണ യൂറോപ്യൻ ടൂറൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് അല്ലാണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ വളരെ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ സേഫ്റ്റി ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയില്ല. മാത്രമല്ല എല്ലാ സ്ഥലവും അങ്ങനെ വളരെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഏത് സ്ഥലമാണ് നല്ലത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ വളരെ കെയർഫുൾ ആയിരിക്കണം. മാത്രമല്ല പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ധാരാളമുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രം കൈ വയ്ക്കുക. പിന്നെ വളരെ വിജിലൻ്റ് ആയിട്ട് വേണം. നമ്മൾ യൂറോപ്യൻ കൺട്രീസൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളും എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ രാത്രി അധികം ട്രാവൽ ചെയ്യാതിരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എല്ലാ സ്ഥലത്തും ഇതുപോലെ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടുള്ള മെട്രോയിലേക്ക് പോവുകയാണ്. ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.